ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വയനാട് പോവുക, വയനാട് നിന്ന് മൈസൂർ നിന്ന് ബാംഗ്ലൂർ, ഇതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് നമുക്കിന്ന് ഈ വ്ളോഗിലൂടെ നമുക്ക് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു വയനാട് പോകുന്നത്. വയനാട് ഇക്കാൻ്റെ മൂത്താപ്പാൻ്റെ മോളും ഹസ്ബൻഡൊക്കെ അവിടെ 10 days ആയിട്ട് സ്റ്റേ അടിക്കാൻ പോയിട്ടുണ്ട്. ഓണം ലീവൊക്കെ അല്ലേ, അപ്പോൾ അവിടെയൊക്കെ നേരെ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൽ ഞങ്ങൾ ആക്ച്വലി സൈലർ എനിക്കുള്ള ഷോപ്പ് കണ്ടിട്ട് അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈലറിനെ കുറിച്ച്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് കയറി കാണെങ്കിലും ചെയ്യാമെന്നതിൽ കയറിയതാണ്. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ജാക്കറ്റ്സിൽ, അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സിൽ, സ്വെറ്റേഴ്സിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. ചെറിയ ബോയ്സിനൊന്നും വലിയ കളക്ഷൻസ് ഇല്ല കേട്ടോ. എന്തായാലും ഓവറോൾ രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്കിൽ അത്യാവശ്യം ഒരു വൈകുന്നേരം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്കിൽ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജയ്യൂനോട് ചോദിച്ചു, ജയ്യൂന് എന്താ വേണ്ടത്? അപ്പോൾ പറയണത് കേട്ടു. ജയ്യൂന് എന്താ വേണ്ട ഇവിടുന്ന്? ഈ കടയിൽ നിന്ന് ഡോണറ്റ്സ് വേണം. ഡോണറ്റ്സ് അവന് കാരോ ആവശ്യം തിരക്കുണ്ട് കേട്ടോ. വരുന്നില്ല, ഫോക്കസ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ടേസ്റ്റുള്ള സ്നാക്സ് കിട്ടുന്നത് ഇതാണ്. കോഫി ഓനാ കോഫി കുടിച്ചോളൂ. കാണിച്ചു കൊടുത്താ ഇവിടെയാണ് അവന് ഡോണറ്റായി ഞങ്ങൾ പിന്നെ കൊടുത്തത്. ഓ ഹാപ്പി ആയിട്ടുണ്ട്. ഡോണറ്റിന് ഷേപ്പ് ഉണ്ടായാൽ മതി. അവന് രസമുണ്ടോ? തിന്ന് കണ്ട അഭിപ്രായം പറഞ്ഞ രസമുണ്ടോ? കുഞ്ഞുകുട്ടിന്നെ ഇതുണ്ടല്ലോ ഈ ഷോപ്പിൽ അപ്പം എന്തായാലും പോവല്ലേ. അപ്പോൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ചെയ്യാനും ജ്യൂസും ചിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ കുരുക്കുരേനോ, ഇപ്പൊ കുറുക്കുറ ആയതാണ്. അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ വയനാട്. അവരുടെ അടുത്തൊക്കെ എത്തിയിട്ട് സുൽത്താൻ ബത്തേരി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ മോളൂസ്. ഇവിടെ വിൽട്ടൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത്യാവശ്യം സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇതാട്ടോ നമ്മൾ മോളൂസ്, മൂത്താപ്പാൻ്റെ മോള്. ഓക്കെ, മോളൂസിന് അതുപോലെ തന്നെ ജയ്യൂനും ഇവർക്ക് രണ്ടാൾക്ക് തമ്മിലൊന്ന് കിട്ടിയാൽ മതി. ഭയങ്കര ഇഷ്ടമാണ് തമ്മിൽ. അപ്പോൾ ഇവർ രണ്ടാളും ഭയങ്കര കളി. ഇവർ വന്ന ഉടനെ തന്നെ ഇവിടുത്തെ ആൾക്കാർ കുറച്ച് പസിൽ ബുക്കും സ്കെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീവന് അത് മതിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അതിൽ രണ്ടുപേരും നല്ല കളിയായിരുന്നു കേട്ടോ. രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ്. നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും രണ്ടുപേരും നല്ല കൂട്ടാണെന്നൊക്കെ പറയില്ല. അവളെ കിട്ടിയാൽ മതി, ഹി വിൽ ബി സോ ഹാപ്പി. അപ്പോൾ ഞങ്ങൾ അവരെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങി പോണ വഴിക്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴാണ് അവൻ കിഡ്സ് ഏരിയയിൽ കളിച്ചത്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം കാണിച്ചു കേട്ടോ. അതാണ് വിൽട്ടൺ റെസ്റ്റോറൻറ്റ്. കയറിയപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ തിരിച്ച് അവളെ വീട്ടിലേക്കാണ് പോകുന്നത്. സ്റ്റേ അവളുടെ വീട്ടിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആക്ച്വലി അവളുടെ വീട്. അടിപൊളിയായിരുന്നു. വയനാട്ടിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വേഗം പോയിട്ട് കടന്ന് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ പൂയത്തിൻ്റെ വക സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് മടങ്ങുകയാണ്. അത് അവളാണ് കേട്ടോ, അവളുടെ ഉപ്പാൻ്റെ ഷോപ്പാണ്. അവൾക്ക് ഞങ്ങൾ കൂടെ വരാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് എവിടെക്കോ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടാൻ പറ്റിയില്ല. അതൊരു സെഡ് സീനായിരുന്നു കേസ്. നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതങ്ങനെ ഒരു സെഡായിപ്പോയി. പോണ വഴിക്കിൽ ഞങ്ങൾ ഇങ്ങനൊരു സൺഫ്ലവർ തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. സൺഫ്ലവറും മല്ലികം ഒക്കെ വരുന്ന തോട്ടം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഗാർഡൻ, അത്യാവശ്യം വലിയൊരു ഗാർഡനാണ്. സീവന് നല്ല ഇഷ്ടമായി. അതിൻ്റെ ഇടയിലൊക്കെ
ഇഷ്ടംപോലെ കളിച്ച് നടന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വിടുന്നത് രണ്ടുപേരും നടക്കുന്നതൊക്കെ ആയിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു പേർപ്പിൾ ഫ്ലവർ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്, അത് കാണുന്നില്ല. അവിടെ കുറേ നേരം കുറച്ച് നേരം നിന്ന്, അത്യാവശ്യം വെയിലായതുകൊണ്ട് അധികം നേരം നിന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങി. ഓക്കെ, അപ്പോൾ അത് ഏത് സ്ഥലം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബില്ല് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഞങ്ങൾ മുത്തങ്ങ പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നേച്ചറായിട്ട് അടിപൊളി നല്ല അടിപൊളി ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടാവും ഇവിടെ എന്ന് പറയില്ലേ, കാരണം നല്ല വ്യൂവും അതുപോലെ തന്നെ ഭയങ്കര ക്ലീനും നല്ല ആംബിയൻസും. വെയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ് വാസ് സോ ഗുഡ്. അടിപൊളി പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെക്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല നല്ല സ്മൂത്തായിട്ട് റൈഡ് പോയി എന്ന് പറയില്ല. ഏതാണ്ട് ഞങ്ങൾ എത്താനായിട്ടുണ്ട്. അപ്പോൾ എത്തുന്ന ഭാഗത്തൊക്കെ ഈ സ്കൈ കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു സ്കൈ ആണ്. എനിക്ക് അല്ലെങ്കിലേ ഒരു സ്കൈ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് സ്കൈയെ കാണുമ്പോൾ. ഒരു പ്രത്യേക ഒരു മനസ്സൊക്കെ ഒരു പീസ്ഫുൾനെസ്സൊക്കെ വൈബൊക്കെ വരുന്നു പറയില്ലേ. അപ്പോൾ അടിപൊളി റൈഡായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ലോങ് എത്തി, അത്യാവശ്യം മൈസൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ മൈസൂരിൽ എത്തിയിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് പീസ്. ഹോട്ടലിൽ എത്താനായിട്ടുണ്ട്. എവിടെയാ ഹോട്ടൽ? ആ ബ്ലൂ ആണോ അത് ഓയോ ആണല്ലോ? ഹോട്ടൽ എവർഗ്രീൻ അടിച്ചിട്ടാണല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് കയറാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് അടിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ കേരള ഹോട്ടലാണ് ഹോട്ടൽ, അതും അടിച്ചു എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് തട്ടുകടയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ എന്നാലും ഇവിടെയാണ് കഴിക്കാൻ കയറുന്നത്. ഓക്കെ, ഈ ഒരു ഹോട്ടലിലാട്ടോ ഞങ്ങൾക്ക് നല്ല തിരക്കുള്ള ഹോട്ടലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഒരു മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയ്യൂന് തീരെ ഇഷ്ടപ്പെട്ടില്ല, അവന് ഭയങ്കര എരിവായിരുന്നു. അപ്പോൾ അവൻ്റെ ഫുഡ് ആക്ച്വലി കറക്റ്റായില്ല എന്ന് പറയേണ്ടി വരും. അപ്പം തന്നെ സമാധാനമില്ല. അപ്പം എന്തായാലും ഇനി ഹോട്ടലിലോ എത്തിയിട്ട് അവന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. എംപ്രോ പാലസ് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. അടിപൊളി റൂമായിരുന്നു, നല്ല നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള റൂമായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എന്തോ ഒരു ക്ലാരിറ്റിക്ക് സീന് വന്നു തോന്നുന്നു. ഭയങ്കര ഡിമ്മായിട്ടാണ് എടുക്കുന്നത്. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടൊരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വീഡിയോ, ജസ്റ്റ് കണ്ടോളൂ. ഈ ഒരു ദസറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലിന് അവിടെ ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇഷ്ടമായ നേരം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ നല്ല രീതിക്ക് കാണുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കിടന്നു. നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഒരു 2 എഗ്ഗ് സെയ്യൂന് എഗ്ഗും അതുപോലെ തന്നെ ഇഡ്ഡലിയും അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു വട്ടത്തിൽ ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു സംഭവം, എന്ത് സംഭവം എനിക്കറിയില്ല. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഞാൻ കഴിച്ചത് ഇഡ്ഡലിയാണ് കഴിച്ചത് കേട്ടോ. ഈ വട്ടത്തിൽ കണ്ടോ ആ സംഭവം. പിന്നെ ഡെസേർട്ടായിട്ട് വന്നത് ഒരു 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 സ്ക്വയർ വലുപ്പത്തിലുള്ള സംഭവമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഇക്കൊക്കെ നല്ല ഇഷ്ടമായി. ഞാൻ പിന്നെ ഫ്രൂട്ട്സാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് മടങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റൂം ശരിക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ എന്തോ ഒരു സീൻ ഉണ്ടായിരുന്നു, അതാ ഞാൻ ആക്ച്വലി പിന്നെയും ഒന്നെടുത്തിട്ട് കാണിക്കാം എന്ന് പ്ലാൻ ഇട്ടു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നല്ല വ്യൂ അങ്ങനെയൊന്നും പറയാനില്ല, എന്നാലും സ്റ്റിൽ അതായിരുന്നു വ്യൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു റൂം. അപ്പോൾ റൂമൊക്കെ കണ്ടോളൂ. ഇനി ഞങ്ങൾക്ക് സൂക്ക് പോകണം. ഞങ്ങൾ റെഡി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അപ്പോൾ ഇനി സൂവിലേക്ക് അതുപോലെ തന്നെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകണം.
ഞാൻ ജസ്റ്റ് അതിന് മുമ്പ് റൂമൊന്ന് കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ മറക്കും. ജസ്റ്റ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ റൂം. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോകുന്നത് ഞങ്ങൾ സൂവിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൂക്ക് പോയപ്പോൾ ഇവിടെ നിർത്തിയിടാനൊന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരത്താണ് നിർത്തിയിട്ട്, അത്ര ദൂരത്തൊന്നുമല്ല പഠിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഓട്ടോക്കാണ് സൂക്ക് പോയത്. ഇവിടെ സൂവിൻ്റെ എൻട്രൻസിനൊക്കെ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ എൻട്രൻസ് മാറ്റിയതുകൊണ്ട് തന്നെ തിരക്കിനും കുറവുണ്ട്. ലൈക്ക് നല്ല തിരക്കുണ്ടെങ്കിലും എൻട്രൻസും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് രീതിക്ക് ആക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു മോട്ടോർ കാറിലാണ് കേട്ടോ കയറിയത്. കാരണം എനിക്ക് കാലുവേദനൻ്റെ ഒരു സീനുണ്ട്. അതുകൊണ്ട് തന്നെ സൂ മൊത്തം കണ്ട് നടക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കാറിൽ കയറിയിട്ടാണ് കണ്ടത്. ഇതാണ് ഏറ്റവും എൻ്റെ ഫേവററ്റ് സാധനം കേട്ടോ. ലൈക്ക് സാധനം നല്ല ഒരു കിറ്റ്, ഈ ഫ്ലെമിംഗോന് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയിൽ കാണാൻ, ഒരു കാർട്ടൂണിലുള്ളൊരു സംഭവമായിട്ടൊക്കെ തോന്നി. എനിക്ക് എല്ലാം ഇഷ്ടമായി. പേഴ്സണലി സൂവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഏരിയയാണ് കേട്ടോ. എത്ര ആനുണ്ട്? ഇവിടെ ഇവിടെ ഒന്നും പ്രത്യേകിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് ബെയറുണ്ടായിരുന്നു. ഇത് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇയാൾ ആക്ച്വലി എന്തൊക്കെയോ പേര് വിളിച്ചിട്ട് ആ ഒരു ഇതിനെ വിളിക്കുകയാണ് കേട്ടോ. മങ്കിയാണോ ഗൊറില്ലയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ വിളിക്കുമ്പോൾ അത് ആ ഒരു പേര് വിളിക്കുമ്പോൾ അത് ഇങ്ങനെ വന്നു. ഒരു അത്ഭുതമല്ലേ? എന്നെ സംബന്ധിച്ചത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ മനുഷ്യന്മാരായിട്ടത് ഇണങ്ങുന്നുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ആ പേര് വിളിച്ചപ്പോൾ അവർ വന്ന്. ദാറ്റ് വാസ് കൂൾ. പിന്നെ ഞങ്ങൾ ടൈഗർ പുള്ളിപ്പുലിയോ അങ്ങനെ എന്തൊക്കെയോ കണ്ട്. അങ്ങനെ ഇത് ഒരു ഉമ്മ കേട്ടോ. ഇത് ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു ഉമ്മയാണ് ആക്ച്വലി. ഈ ഉമ്മാൻ്റെ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു ആ ഉമ്മക്ക് എവിടെയെങ്കിലും ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്തിരുന്നതും. ഉമ്മാൻ്റെ ഫുൾ കഥ എനിക്ക് ബൈ ഹാർട്ടാണ്. ഇപ്പോൾ ഉമ്മാൻ്റെ ജീവചരിത്രം മൊത്തം ഉമ്മയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം എനിക്കെല്ലാം അറിയാം അവരെക്കുറിച്ച്. അപ്പോൾ അവർ ഫുൾ എൻ്റയർ റൈഡിന് ഉമ്മ എൻ്റെ ഒപ്പം തന്നെയായിരുന്നു, ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സംസാരിച്ച് അങ്ങനെ നടന്നു പോയി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ജയ്യുവിന് എസ്പെഷ്യലി നല്ല ഇഷ്ടമായി. കുട്ടികളെയും കൊണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വരുന്നത്, അവർക്ക് നല്ല ഇഷ്ടമാവും. എൻ്റെ ജയ്യുവിനൊക്കെ, എൻ്റെ ബേബിക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സൂവ്. എനിക്ക് പേഴ്സണലി സൂവിനോടൊന്നും വലിയ താല്പര്യമില്ല, ബട്ട് ജയ്യുവിന് ഇഷ്ടമാണല്ലോ, അതാണല്ലോ മെയിൻ. അപ്പം അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കണ്ടത് ജിറാഫിനെയാണ് കേട്ടോ. അടിപൊളി ജിറാഫായിരുന്നു കേസ്, നല്ല ഭംഗിയില്ലേ, നല്ല രീതിക്ക് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റി. ജയ്യുവിനും കുറേ സംസാരിച്ചാലും ഉണ്ടായിരുന്നു. ജയ്യുവിനെ ആരെ കണ്ടാലും സംസാരിക്കും കേസ്, ഒരു തിരിച്ച് സംസാരിക്കൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് തിരിച്ച് മടങ്ങാനുള്ളത്. എൻട്രൻസ് വേറെ വഴിക്കൂടെയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് വേറെ വഴിക്കൂടെ. കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ ഉടനെ അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്ത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഇക്കാക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇക്കാനത് ഞാൻ കഴിക്കേണ്ട അവസ്ഥയിൽ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ സ്നോ ഫാൻറ്റസിയോ സ്നോ പാലസോ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. മറ്റേ നമ്മൾ ഹൈലൈറ്റ് മാളിലൊക്കെ ഉണ്ടാവില്ലേ സ്നോ ഫാൻറ്റസി, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അവർ സോക്സ് തരുന്നത് ഒരു ഏരിയയിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം റഷൊന്നും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം എല്ലാവരും ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റഷും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്തത് കണ്ടോ, അടുത്ത ഭാഗത്താണ് ഈ കോട്ട്, അതുപോലെ തന്നെ ഗ്ലൗസ്, ഷൂസ് കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ഓരോ ഏരിയക്കും ഓരോ സ്ഥലം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. നല്ല വർത്തായിട്ട് തോന്നി. മറ്റേത് ഇവിടെ ജസ്റ്റ് 200 റുപ്പീസേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ നാട്ടിൽ 600 അല്ലേ. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെ കണ്ടു. നല്ല അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടും കയറി പോകാനും കണ്ടോ, ഒരു വലിയൊരു സ്ലൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ജയ്യൂന് നല്ല ഇഷ്ടമായി. കണ്ടു നല്ല കളിയായിരുന്നു ജയ്യൂസ്. ഐസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് പിന്നെ ബോൾസ് കാര്യങ്ങളൊക്കെ കളിക്കാനുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഓവറോൾ ഇഗ്ലും കാര്യങ്ങളും കണ്ടോ, ഇഗ്ലു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നൈസ് ആയിരുന്നു കേട്ടോ. എന്തായാലും വന്നിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും പോകണം. കാരണം ജസ്റ്റ് 200 റുപ്പീസിന് നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നാൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ഡീൽ ആക്ച്വലി. കമ്പയർ ടു ഹൈലൈറ്റ് മാൾ എത്രയോ ലാഭമാണ് ഇവിടെ വരികയാണെങ്കിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഈ ഫിഷിൻ്റെ ഉള്ളിലേക്കായിട്ട്. ഒരു അണ്ടർ വാട്ടർ
ഒരു ലക്കർ ലക്കർജവനോ ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാൻ അങ്ങനെ എന്തോ ആണ് ഈ ഒരു അണ്ടർ വാട്ടറിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിലും അടിപൊളിയായിരുന്നു. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, 300 ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് വർത്തായിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് അവർ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. എല്ലാ ഫിഷും നല്ല ലൈവ്ലി ആയിരുന്നു. ഈ ഒരു ഭാഗം നോക്കൂ, ജെല്ലി ഫിഷും ആക്ച്വലി ചെറിയ ഫിഷൊക്കെ വരുന്നൊരു ഏരിയയാണ് കേട്ടോ. അടിപൊളിയില്ലേ, ഭയങ്കര ഒരു ഫാൻറ്റസി പോലെയായിട്ട്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്ക് നല്ലൊരു അത്ഭുതം തോന്നി ഇത് കണ്ടിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. കുറേ ഫിഷസും അതുപോലെ തന്നെ ജെല്ലി ഫിഷ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു. അതുപോലെ ഇവിടേക്ക് കയറുന്ന സമയത്ത് തന്നെ അവർ നമുക്ക് ഈ ഫിഷ് ഫുഡ് ഉണ്ടല്ലോ അത് തരും കേട്ടോ. എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, സ്പെസിഫിക്കലി 2 സ്ഥലത്തുണ്ട് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമായിരുന്നു, മസ്റ്റ് വിസിറ്റാണ്. ഈ ഒരു ഏരിയയിലായിട്ട് കേട്ടോ ഫുഡ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അവിടെ കോയി ഫിഷാണ് തോന്നുന്നത്. കണ്ട് കോയി ഫിഷായിട്ടാണ് തോന്നിയത്. ഇവിടെ എല്ലാവർക്കും വന്നിട്ട് ഫുഡ് ഇട്ട് കൊടുക്കാം. ഒരു 49 റുപ്പീസിനും 50 റുപ്പീസിനുമാണ് ആ ഒരു ഫിഷ് ഫുഡ് കിട്ടുക. അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാ ടൈപ്പൊന്നുമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് സ്റ്റാർ ഫിഷ്. ഈ കോയി ഫിഷിന് സെയ്യൂസ് നല്ല രീതിക്ക് ഫുഡൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനവിടെ ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വന്ന് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനൊരു ഫിഷിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് നേരെ വരുന്നൊരു എൻട്രൻസ് കൈൻഡ് ഓഫ് ശരിക്കും ഒരു അണ്ടർ വാട്ടറിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീല് നമുക്ക് വരും. ഇതാ കണ്ടോ, ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് വലിയ രസമായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. പേഴ്സണലി സെയ്യുവിന് നല്ല ഇഷ്ടമുണ്ടായിരുന്നു കണ്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പേഴ്സണലി നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്നോക്ക് പോയില്ല എന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് വിസിറ്റ് ആണ്. നമുക്ക് നല്ലൊരു ഒരു ന്യൂ എക്സ്പീരിയൻസ് നമുക്ക് തരാൻ പറ്റും. നല്ല നല്ല ആംബിയൻസും ആണ്, അതുപോലെ തന്നെ നല്ല ലൈവ്ലി ആണ് ഫിഷസൊക്കെ. ഡെഫിനറ്റ്ലി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആകെ ടയർഡായി ഗൈസ്. ഒരു ഗോലി സോഡയോ വട്ടെവർ ലൈക്ക് ആ സോഡയും അതുപോലെ ഒരു കോട്ടൺ ക്യാൻഡി ഓർഡർ ചെയ്ത് ലൈക്ക് ഞങ്ങൾ വാങ്ങി കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പം തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ മഴയ്ക്കൊരു കുറവുണ്ട്. അപ്പോൾ യെസ്, ഞങ്ങൾ കുറേ ആടിനെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഗൈസ്. അടിപൊളിയായിരുന്നു. നല്ല മഴയും നല്ല സുഖമായിരുന്നു ഗൈസ് പോകാനൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടത്. ഞങ്ങൾ മൈസൂർ പാലസ് ഒന്ന് കണ്ടു. അവിടെ അധികം വീഡിയോസൊന്നും എടുത്തില്ല ബിക്കോസ് എല്ലാവരും പോയി കാണില്ല എന്തായാലും മൈസൂർ പാലസ്. അതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ചാമുണ്ഡി ഹിൽസ് കാണട്ടോ. അവിടെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല നൈസ് വ്യൂ ആയിരുന്നു അറിയാലോ. അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്.
അതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പേഴ്സണലി. ജസ്റ്റ് ആ ഒരു ഏരിയ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു സ്പ്രിങ് പൊട്ടാറ്റോയും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങി. ഇത്രയുള്ള വീഡിയോസ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, എല്ലാവരും കാണും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. അപ്പോൾ അത് ചെയ്യരുത്. ലൈക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.